കർണാടകയിലെ ഷിരൂരിൽ അർജുനായി തെരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക്. ഇതിനായി നാളെ ആഴത്തിൽ തെരയുന്നതിനുള്ള ആധുനിക മെറ്റൽ ഡിറ്റക്ടർ എത്തിക്കും. വെള്ളത്തിലും കരയിലും തെരച്ചിൽ നടത്തുന്നതിന് ഉള്ള ഉപകരണമാണിത്. മൺകൂനയിൽ പരിശോധന തുടരേണ്ടതുണ്ടോ എന്നാണ് സൈന്യം ഇനി തീരുമാനിക്കുകയെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരവ ഗൗഡ പറഞ്ഞു. പുഴയിലെ പരിശോധന അതിസങ്കീർണമാണെന്നും മന്ത്രി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ മൺകൂന, അതായത് റോഡിന് മുകളിൽ കിടന്നിരുന്ന മൺകൂന സമ്പൂർണ്ണമായി നീക്കം ചെയ്യുമ്പോഴും ഈ ലോറിയുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് സൈനിക വകുപ്പിൽ നിന്ന് അറിയുന്നത്. റവന്യൂ മന്ത്രി പറയുന്നത് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന അവസാനിപ്പിക്കുകയാണ്. ഇനി പുഴയിലാണ് പരിശോധന നടത്തേണ്ടത്. അത് സങ്കീർണവുമാണ് എന്ന് പറയുന്നു. ഇതിന് സൈന്യത്തിൻ്റെ അനുമതി വേണം എന്നുമാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്താണ്, ഇനി പുഴയിലാണോ തിരച്ചിൽ നടത്തുന്നത്? അതിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ ശ്രീജിത്ത്? വിനോദ്, എന്തായാലും അല്പസമയം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. കാരണം ആ പ്രദേശത്ത് നിന്നും 98% മണ്ണ് മാറ്റിയിരുന്നു. പക്ഷെ ആ പ്രദേശത്ത് നിന്നും ഈ ലോറി കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പക്ഷേ ഈ മന്ത്രിയെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് നിലവിൽ രഞ്ജിത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ രഞ്ജിത്ത് ഇത്തരത്തിലുള്ള പ്രതികരണം അല്പം മുൻപ് ഈ ദൗത്യത്തിനിടയിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പറയുന്നത്, ഇപ്പോൾ എവിടെയാണോ തിരച്ചിൽ നടക്കുന്ന പ്രദേശം അവിടെ തന്നെ ഈ ലോറി കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം മന്ത്രി പറയുന്നത് പോലെ സമാനമായ രീതിയിൽ പുഴയിലേക്കായിരുന്നു ഈ ലോറി പോയതെങ്കിൽ, പക്ഷേ എങ്ങനെയാണ് ആ സമയം, കാരണം പലതവണ ഈ അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുഴയ്ക്കുള്ളിൽ, ഗംഗാവാലിക്കുള്ളിലായിരുന്നു ഇത്തരത്തിൽ ഈ ലോറി ഉണ്ടാവുക എന്നുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ ഫോണ് ആ സമയം തന്നെ നിശ്ചലമാകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഫോൺ റിങ് ചെയ്തത്? അത് തെളിയിക്കുന്നത് നിലവിൽ ഇപ്പോൾ എവിടെയാണോ പരിശോധന നടത്തുന്നത്, ഇത്രയും നാൾ എവിടെയായിരുന്നോ പരിശോധന നടത്തിയത് ആ സ്ഥലത്ത് തന്നെ നിലവിലും ആ ലോറി ഉണ്ടെന്നാണ് പറയുന്നത്. രഞ്ജിത്ത് ഇന്നലെ മുതൽ തന്നെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാണ്. അദ്ദേഹമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. സൈനികർ വന്നപ്പോഴും അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു സൈനികർ പോലും ഇത്തരത്തിലുള്ള ഈ തിരച്ചിൽ നടത്തുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനിയും ആ പ്രദേശത്ത് നിന്നും 30% മണ്ണ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വലിയ പാറക്കല്ലുകൾ കിടക്കുകയാണ്. അത് ഈ JCB ഉപയോഗിച്ച് മാറ്റാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും ബുദ്ധിമുട്ടായി ഈ രഞ്ജിത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, ഈ പുഴയ്ക്കുള്ളിലാണെങ്കിൽ, ഗംഗാവാലിക്കകത്താണെങ്കിൽ എങ്ങനെയാണ് ആ ഫോൺ റിങ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്? വെള്ളത്തിലാണെങ്കിൽ ഉറപ്പായി തന്നെ ആ ഫോൺ നിശ്ചലമാകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉച്ചയോട് തന്നെ നാവിക സേന ആ പ്രദേശത്തെത്തി പരിശോധന നടത്തുകയാണ്. വലിയ രീതിയിൽ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ രഞ്ജിത്തിന് പുറമെ രണ്ടുപേരും ഈ പുഴയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം അവർക്ക് വേണ്ടിയായിരുന്നു പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെ മറ്റൊരു ചോദ്യം, ആ ലോറിയിൽ ടൺ കണക്കിന് ഈ മരങ്ങളുണ്ടായിരുന്നു. ഈ മുറിച്ച മരങ്ങളുമായാണ് വരുന്നത്. ആ വിറകുകൾ, ആ തടികൾ എവിടെയാണ്? പുഴയ്ക്കുള്ളിലാണ് ഈ വാഹനമെങ്കിൽ ആ തടികളെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. കാരണം അത്രത്തോളം തടികളുണ്ട്. അത് ഒഴുകിപ്പോയാലും പല തടികളും ആ സമീപത്ത് കാണാനുള്ള, എത്ര വലിയ ഒഴുക്കാണെങ്കിലും ഈ വലിയ ടൺ കണക്കിനുള്ള തടി പല ഭാഗത്തായി ഒരു തടിയെങ്കിലും കാണാനുള്ള അവസരം എന്തായാലും ഉണ്ടാകും. പക്ഷെ ഒരു തടി പോലും ആ പ്രദേശത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഇസ്രയേൽ രഞ്ജിത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നാവികർ എത്തിച്ച ഈ തടി കണ്ടെത്തുന്നത് ഈ ഉഡുമായി ബന്ധപ്പെട്ട സിഗ്നൽ ലഭിക്കുന്ന ഒരു യന്ത്രവും ആ പ്രദേശത്ത് എത്തിച്ചിരുന്നു. പക്ഷെ ആ യന്ത്രത്തിലൊന്നും പരിശോധന നടത്തിയിട്ടും ഇത്തരത്തിലുള്ള ഒരു തടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ലോറിക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്, അതും കണ്ടെത്താൻ ഈ പുഴയിൽ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇനി നാളെ 15 അടി താഴ്ചയിലേക്ക് ഇത്തരത്തിൽ സിഗ്നൽ ലഭിക്കുന്ന ഒരു യന്ത്രം അവിടെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, റഡാർ അവിടെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ സൈനികരുള്ളത്. അത് മറ്റൊരു സൈനികരുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. കാരണം ഈ പ്രദേശത്തെ നദിക്ക് വലിയ വലിപ്പമുണ്ട്, വലിയ ആഴമുണ്ട്. അപ്പോഴേക്കും ഇത്തരത്തിലൊരു മണ്ണ് ഇടിച്ചിലുണ്ടാകുന്നു. അപ്പോഴേക്കും ഈ
ലോറിയെ ഒഴുക്കിലൂടെ എത്തി പുഴയിലേക്ക് വീഴുന്നു. അതിന്റെ പുറത്തേക്ക് മണ്ണ് വീഴുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയാലും നമുക്ക് കാണാൻ കഴിയില്ല. അതിന് ഇത്തരത്തിലുള്ള റഡാർ സംവിധാനം തന്നെ എത്തിച്ച് പുഴയിൽ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പ് സൈന്യം നടത്തുകയാണ്. പക്ഷേ ഇതിനെല്ലാം വിപരീതമായാണ് നിലവിൽ ഇന്നലെ തൊട്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രഞ്ജിത്തിന്റെ അഭിപ്രായം. വളരെ വിശദമായിട്ടാണ് ശ്രീജിത്ത് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇത് കൂടുതൽ സങ്കീർണമാണ്. ഇവിടെ കരയിൽ കിടക്കുന്ന മണ്ണ് മാറ്റിയതിന് ശേഷം ലോറിയുടെ ഒരു അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പുഴയിലാണ് പരിശോധന നടത്തേണ്ടത്. പുഴയിലേക്ക് ഈ തടി കയറ്റി വന്ന ഈ ലോറി പുഴയിലേക്ക് മറിഞ്ഞുവെങ്കിൽ ആ പുഴയിൽ ഈ ലോറി മുങ്ങിയെങ്കിൽ തടിയെങ്കിലും പൊങ്ങി വരേണ്ടതാണ്, ഒരു തടിയെങ്കിലും കാണേണ്ടതാണ്. പക്ഷേ അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുഴയിലുള്ള മൺകൂനയ്ക്ക് ഉള്ളിൽ ഈ ലോറി പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇനിയുള്ള സംശയം. ഇനിയും തെരച്ചിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശ്രീജിത്ത്, അങ്ങനെയെങ്കിൽ ഈ പുഴയിൽ തെരയുന്നതിനുള്ള യന്ത്രങ്ങൾ, പുതിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇനി എത്തേണ്ടതുണ്ടോ? അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരിശോധനകൾ നാളെയോടുകൂടിയാണോ ആരംഭിക്കുക? അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ശ്രീജിത്ത്? അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള റഡാറാണ് പ്രധാനമായ ആവശ്യം. കാരണം ഈ നദിക്കുള്ളിൽ ഈ ലോറി, കാരണം വലിയ മണ്ണാണ് ആ നദിയിലേക്ക് വന്ന് പെട്ടിരിക്കുന്നത്. ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ഈ ലോറി കാണാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതെന്തായാലും കണ്ടെത്താൻ അത്തരത്തിലുള്ള ഈ വെള്ളത്തിലൂടെ കണ്ടെത്തുന്ന റഡാറിന്റെ ആവശ്യകതയുണ്ട്. അത് നാളെ ഇവിടെ എത്തിക്കാനാണ് സൈനികരുടെ തീരുമാനം. നിലവിൽ ഇന്ന് നേവിയുടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. അവരുടെ ഭാഗമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ പലതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പ്രധാനമായി തിരച്ചിൽ നടത്തിയത് ഈ തടി കേന്ദ്രീകരിച്ചായിരുന്നു. ഇത് വലിയ ടൺകണക്കിനുള്ള തടി പ്രദേശത്തേക്ക് ഒഴുകിയെത്തി എവിടെയെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും ഉണ്ടോ എന്ന് അവർ പരിശോധന. അതെ, വ്യക്തമാണ്. കാരണം ഇത് ഇനി കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ കൊണ്ടുവന്ന് നാളെ ഈ ഗംഗാവലി പുഴയിൽ ഇനി തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് നടക്കുന്നത്. കരയിൽ പരിശോധിക്കാവുന്നതിൻ്റെ പരമാവധി പരിശോധിച്ച് 98% മണ്ണും ആ മേഖലയിൽ നിന്ന് നീക്കം ചെയ്തിട്ടും അർജുൻ സഞ്ചരിച്ച ലോറിയെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇനി പുഴയിലൊരു മൺകൂനയുണ്ട്. ആ മൺകൂനയ്ക്കുള്ളിൽ ഈ ലോറി അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇനി നടത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള റഡാർ സംവിധാനങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നാളെയോടുകൂടി അതിൻ്റെ പരിശോധന ആരംഭിക്കുമെന്ന് തന്നെ കരുതാം. എന്തായാലും നമ്മുടെ സൈന്യം അവിടെ എത്തിയതോടുകൂടിയാണ് ഇത്ര ഊർജിതമായി അവിടെ നിന്ന് മണ്ണ് നീക്കാൻ സാധിച്ചത്. അവിടെ ആ ലോറി മണ്ണിൻ അടിയിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം ലഭിക്കുന്നതും ഈ തെരച്ചിലിൻ്റെ പശ്ചാത്തലത്തിലാണ്. നാളെ ഈ പുഴയിലെ പരിശോധനയിൽ കൂടിയെങ്കിലും അർജുൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള ആ തെരച്ചിൽ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അർജുൻ ഏതെങ്കിലും തരത്തിൽ തിരികെ വരുമോ, അല്ലെങ്കിൽ തിരികെ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം ഒന്നാകെ. ആ കുടുംബത്തിനൊപ്പമാണ് കേരളത്തിൻ്റെ മനസ്സും.